ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറച്ച് 3-4 ദിവസമായിട്ടോ ഇത്രയും വൈകിട്ട് വീഡിയോ ഇടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. 2 ദിവസമൊക്കെ വൈകിയാലും ഇടാറുണ്ട്. ഡെയിലി ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാറില്ല. നെജിലൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും പറയും ഒരു ദിവസം 2-3 വീഡിയോസൊക്കെ ഇട് എന്നൊക്കെ പറയും. ഇത് ഒന്നെന്നെ ഇടാൻ പറ്റണില്ല, പിന്നെ അല്ല 2-3 ഒക്കെ. പിന്നെ നമ്മളിവിടുന്ന് വീട് മാറണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ വീട് മാറാൻ വേണ്ടിയിട്ട് കുറേ ദിവസം മുന്നേ ഒന്ന് പോയി നോക്കിയിരുന്നു. അങ്ങനെ ഭയങ്കര വാടകയൊക്കെയാണ്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും വാടക ആയതുകൊണ്ട് പിന്നെ 3 ബെഡ്റൂം വേണം, പിന്നെ കിണർ വെള്ളം വേണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പറ്റാത്ത കിണർ വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കെട്ടുമ്പൊക്കോണം കെട്ടിപ്പോയി കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ വെള്ളമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും മാറേണ്ടി വരും, താമസം മാറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക, കുറച്ച് ദിവസമൊക്കെ പിടിച്ചു വന്നു എവിടെയെങ്കിലൊക്കെ വീട് ശരിയാവണത് എല്ലാം ഓക്കെ അതിന് ശേഷം മാറാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു വീട് ശരിയായിട്ടുണ്ട്, അങ്ങാടിപ്പുറത്താണ്. അപ്പോൾ 3 ബെഡ്റൂമുണ്ട്, കിണർ വെള്ളമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അധികം ഉള്ളിലോട്ടൊന്നല്ല, റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ മാഷാ അല്ലാഹ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ വീട്. അപ്പോൾ ഞങ്ങൾ ഉടനെ ഇനി അങ്ങോട്ട് മാറും. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു ഇന്ന്. അപ്പോൾ ദിയാമോൾ വിരുന്ന് വന്നിട്ടുണ്ട്, ദിയാമോളും കുട്ടി. അപ്പോൾ ഉമ്മയും ഏട്ടത്തിമാരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്, പിന്നെ അവളെ കാണാൻ. കാരണം അവൾ വിരുന്ന് വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മഞ്ചേരത്തെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും, അതല്ലെങ്കിൽ ഉമ്മയും ഏട്ടത്തിമാരൊക്കെ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാല്. കാരണം അവൾ 8 ദിവസത്തിന് നിൽക്കാൻ 8 ദിവസം 6 ദിവസമൊക്കെ നിൽക്കുള്ളൂ. ഇപ്പോൾ ഇപ്രാവശ്യം നോമ്പായ കാരണം അധിക ദിവസം നിൽക്കില്ല. കാരണം വെള്ളിയാഴ്ച പോകണം അത്ര. ഇന്നലെയാണ് വന്നത്. പിന്നെ വെള്ളിയാഴ്ച പോകണം, തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. കാരണം ഈ നോമ്പിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച പോകും അവൾ. അതിൻ്റെ മുന്നേ ഉമ്മയും മഞ്ചേരിന്ന് വീട്ടുകാരൊക്കെ ഒന്ന് വന്നിട്ട് ഇന്നിവിടെ കൂടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് വീട് ക്ലീനാക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോയിട്ടില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ പോയിട്ട് വീട് ക്ലീനാക്കണം. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ കണ്ട് നമ്മളെന്നാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ കാണാൻ എന്നാലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാൻ തോന്നുള്ളൂ. പിന്നെ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മളെ പാടം ഇതൊക്കെ കണ്ടോ. ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ പാടത്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ പാടത്തിനൊക്കെ ഇന്ന് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ കരച്ചിലായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് ഫസ്റ്റ് ടൈമിൽ അതായത് നവംബറിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇവിടെ ഈ പാടം കാണൂലായിരുന്നു. ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് കാണുകയുണ്ടായിരുന്നു, ഒരു വെള്ള പുക മൂടിയ മാതിരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് അതുപോലെ കുറേ കാലത്തിന് ശേഷം പിന്നെ കാണുന്നത് ഇന്നാട്ടോ. നല്ല മഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പോൾ പോയി. ഇപ്പോൾ വെയിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകുമല്ലോ, അങ്ങനെയായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവിടുന്ന് താമസം മാറാൻ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. ഒരു സങ്കടമാണ് എന്തോ. നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ പോലും നമുക്ക് ആ പരിസരവും ആ അയൽവാസികൾ അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ആകെ ഒരു കാര്യം മിസ് ചെയ്യണുള്ളൂ, അതാണ് ഈ പാടം. കണ്ട ഈ പാടം, ഈ ഭാഗത്താണ് ഞാനും മോളും കൂടുതൽ സമയം ഉണ്ടാകുക. ഇതൊരു ഭംഗി വേറെ തന്നെ. അത് മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ്. വെള്ളം കെട്ടി നിന്നിട്ടേ, വെള്ളം ഒരു കടൽ പോലെ ഉണ്ടാവും, പുഴ പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണാം. അങ്ങനെ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഈ സമയമാണെങ്കിൽ ഏത് സമയമാണെങ്കിലും കൂടുതലും ഈ പാടത്തേക്ക് നോക്കിയിരിക്കുന്ന ആളാട്ടോ. പണ്ടൊക്കെ പാടമില്ലാത്ത വേറെ സ്ഥലത്തൊക്കെ താമസിച്ച സമയത്ത് ഞാൻ ഈ പാടങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ വരും. എന്നിട്ട് ആ പാടവക്കത്ത് കുറേ സമയം ഇരുന്ന് അങ്ങനെയൊക്കെയായിരുന്നു പോയിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വീട് പാടത്തന്നെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ മാറുകയാണ്. കാരണം ബുദ്ധിമുട്ടാണ്. ഇവിടെ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മളെ തലയോടെ വരുമോ എന്നുള്ള പേടിയുണ്ട്. കാരണം അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടം തന്നെ. നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. ഇനി ഏതായാലും പുതിയ വീട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് മാറുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഈ പാടത്തിൻ്റെ ഭംഗി അത് എന്തോ ഒരു മനസ്സിനൊരു സമാധാനമാണ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ചില വീടുകൾ, ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വീടുകൾ നിറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. ഈ ഭാഗം ഒരു നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയൊരു ഏരിയ. ഇപ്പോൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. ഈ പാടമായിരിക്കും. മിത്തൂസ് ഉണ്ട് പറയണ അമ്മച്ചിക്കും ലാമിക്കും ഫുൾ ടൈം പറഞ്ഞ പോലെ ഈ പാടത്തേക്ക് നോക്കി നിൽക്കുന്ന പണിയായിരിക്കും. നമുക്ക് ഈ ഭാഗത്ത് ആരെയും മനുഷ്യന്മാരെയൊന്നും ഈ ഭാഗത്ത് കാണൂല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അവിടെ അങ്ങനെ പണിക്കാരുണ്ടാവും, 1-2 ആൾക്കാർ, അല്ലാതെ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ, കാറ്റും. ഞാൻ വൈകുന്നേരം ആണെങ്കിലും അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നോക്കിയാലും എൻ്റെ വ്ളോഗ് നോക്കിയാലൊക്കെ അറിയാൻ പറ്റും. കംപ്ലീറ്റ് ഈ പാടല്ലാത്തൊരു വിഷയം എനിക്കില്ല. ഞാൻ ഈ പരിസരത്ത് വന്ന് ഇവിടെ നിന്നിട്ട് ഈ മതിലിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോസ് കൂടുതലും ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങോട്ട് നോക്കിയിട്ട്
അതുപോലെ ലൈവ് വൈകുന്നേര സമയങ്ങളിൽ 5 to 6 മണി വരെയൊക്കെ ഞാൻ ചില സമയത്ത് ലൈവ് ചെയ്യാറുണ്ടായിരുന്നു. അത് ചെയ്യുകയാണെങ്കിൽ ചെയ്യണ സമയത്ത് ഞാൻ പകൽ ചെയ്യുമ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് ഇവിടേക്ക് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ ബാക്ക് ക്യാമറ ഓണാക്കിയാൽ ഈ പാടം ആളുകൾക്ക് കാണുകയും ചെയ്യാം, നമുക്ക് നമ്മളെ മോന്ത അങ്ങനെ കാണിക്കും വേണ്ടല്ലോ. പിന്നെ മുഖം കാണിക്കാൻ അത്ര വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല കേട്ടോ. പിന്നെ നമ്മൾ അല്ലാതെ ഒരു ചാനൽ ആദ്യത്തെ ചാനലിലെ മുഖമൊന്നും കാണിക്കാതെ കുട്ടിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഇട്ടിട്ട് വല്ലാതെ റീച്ചായില്ല. ഇതെന്തോ മുഖം കാണിച്ചിട്ടപ്പോൾ റീച്ചായി അങ്ങനെ പോയി. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എന്നൊരു സഹോദരനെ പോലെ കാണും എല്ലാവരും. പിന്നെ പെങ്ങളെ പോലെ, അനിയത്തി, ജ്യേഷ്ഠത്തി അങ്ങനെയൊക്കെ ആയിട്ട് കാണാം, കൂടപ്പിറപ്പിനെ പോലെ കാണാം. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് കണ്ടിട്ട് എന്താ അത് അസ്രായേലിൻ്റെ പോലെ ഒരു കുളത്ത് ഒരു കത്തി എന്നൊന്നും വിചാരിക്കണ്ട. അത് നമ്മളെ ഇൻ്റർനാഷണൽ കത്തിയാണ്. ഇത് അമേരിക്കയിൽ നിന്ന് വരുത്തിയ ഒരു തരം തോട്ടി കണ്ട് മുരിങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മുരിങ്ങ ഉണ്ട് കേട്ടോ. മുരിങ്ങ കഥ കൊഴിഞ്ഞു തുടങ്ങി, അറ്റത്താണ്, കിട്ടൂല. പക്ഷേ ഈ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഈ തോട്ടി വെച്ച് പറിക്കലാണ് കേട്ടോ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ വീട്ടിലെ വലിയൊരു കറിവേപ്പില മരം ഉണ്ടാവുക. ഒരു ചട്ടി ഇതിൽ കുഴിച്ചിട്ടിരിക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില മരമൊക്കെ അവിടെ ഉണ്ട്, കറിവേപ്പിലൊക്കെ ഉണ്ട്, ചക്ക ഉണ്ട് കണ്ടോ, ചക്കയൊക്കെ ഉണ്ട്. പക്ഷെ കിട്ടൂല, അത്രേ ഉള്ളൂ. കറിവേപ്പിലയും കിട്ടൂല. ചക്ക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല മൂത്ത് പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇടാനൊരു മാർഗ്ഗമല്ല. മാത്രമല്ല അവിടെ ഈ ദാർപ്പായി പോലുള്ള ഷെഡുണ്ട്, അതിൻ്റെ മേലക്കൊക്കെയാണ് വീഴുക. അപ്പോൾ മറ്റുള്ളവരെ വീട് കൊളാക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഇടാനും പറ്റില്ല. പക്ഷെ നന്നായി മൂത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 4-5 ചക്ക മൂത്തിരിക്കണം, പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നടു പൊളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ വീട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം വിചാരിക്കുന്നുണ്ട്. മൊത്തം കുളമായി കിടക്കണത് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. അതേപോലെ ഇന്നലെയൊക്കെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കേട്ടോ. അതുപോലെ ഇതൊക്കെ കുറേ പൊട്ടിയ ചട്ടികളൊക്കെ ഒഴിവാക്കാനുണ്ട്. അതിലൊക്കെ ഇതായിരുന്നു പണി. മണ്ണ് ഒക്കെ പൊട്ടി വൃത്തിയാക്കിയതാണ്. ദിയാമോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് ചെടികളൊക്കെ കൊടുത്തിരുന്നുണ്ട്. അവിടെ എമ്മയുണ്ട്, പക്ഷേ ഞാൻ കാണിക്കുന്നില്ല അവനെ. അപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫാവും. കുറച്ച് പണികളൊക്കെ ഇന്നലെ മണ്ണും ചട്ടി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി കുറേ പണിയെടുത്തിട്ടുണ്ട്. മൊത്തം മഴക്കാലത്തെ മണ്ണ് ചെളിയും തെറിച്ചിട്ട് വൃത്തികേടായിട്ടുണ്ട് കുറേ ചെടികൾ. ഇത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അത് പുറത്തേക്ക് താഴത്തേക്ക് വെക്കാറില്ല ഞാൻ. മറ്റേത് ഈ സിമൻറ്റിൻ്റെ ചട്ടികളുണ്ടല്ലോ, ഈ സിമൻറ്റിൻ്റെ ചട്ടികളൊക്കെ അൻവർക്ക ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല കട്ടിയാണ്, ഭയങ്കര കനമാണ് കേട്ടോ, പൊട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് ഇതിന്മേലൊക്കെ ഇത് തേച്ച് കൊടുക്കണം, പെയിൻ്റ് അടിച്ച് കൊടുക്കണം വിചാരിക്കേണ്ടി ഞാൻ. പിന്നെ ഇതൊക്കെ ഇന്നലെ ദിയമോൾ കൊടുന്ന ചെടിയാട്ടോ. കുറേ ഐറ്റംസുകൾ അവളെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അപ്പം എനിക്ക് ചെടിപ്രാന്താണെന്നുള്ളതുകൊണ്ട് അവരെ ആളുകൾ എനിക്ക് കൊടുത്തേക്കണതാണ്. അമ്മോശൻ കാക്ക കൊടുത്ത് വിടണം കേട്ടോ. അവളെ അമ്മോശൻ കാക്ക എൻ്റെ എളാപ്പയാണ് കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ്. അങ്ങനെ അവിടെ എമിക്കുട്ടനെ ഇരിക്കുന്നുണ്ട്. ലാമി എണിച്ച് ഉണ്ട്, കുറേ കരഞ്ഞ് പിഴിഞ്ഞ്. ലാമിയേ കുഞ്ഞാ, ഗുഡ് മോർണിംഗ്, അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. കാണിക്കണില്ല കുട്ടികളെ, കാണിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫായി പോകും. പിന്നെ ഞങ്ങളെ വീട്ടിൽ എത്ര ക്ലീനാക്കിയാലും ഈ കുറച്ച് സാധനം ഉണ്ടാവും കേട്ടോ. കണ്ടോ, മണ്ണ് ഒരു പാത്രത്തിൽ കുറച്ച് കല്ലും മുട്ടിയും മണ്ണൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ കൊടു നോക്കും കേട്ടോ. ആളുകൾ കയറി വരുന്നോട് തന്നെ കൊടു നോക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ റംസാനാകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ പണി ഉണ്ടാവുമല്ലോ, പിന്നെ നോമ്പ് പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ വേസ്റ്റുകളും പഴയതൊക്കെ ഒഴിവാക്കാണ്ടാവും. ആ കൂട്ടത്തിൽ ഏതായാലും ഇപ്രാവശ്യം വീട് മാറലും എല്ലാം കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 2 പണി ഒരുമിച്ചായിക്കോളും. അല്ലെങ്കിൽ വീട് മാറുമ്പോഴും നമുക്ക് ഈ നോമ്പ് പണി പോലെ ഒരു ക്ലീനിങ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നോമ്പിനും. അപ്പോൾ 2 കൂടി ഒരുമിച്ചടായിക്കോളും. പുതിയ വീട് അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടിട്ട് ഇവിടുന്ന് കഴുകി വൃത്തിയാക്കിയ സാധനങ്ങൾ മാത്രം അങ്ങനെ കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ 2 പണി കൂടി ഒരുമിച്ചായിക്കോളുമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നോമ്പ് പണിയൊന്നും ചെയ്യണില്ല. ഇവിടുന്ന് ഓരോ പാത്രങ്ങളും മറ്റുള്ള സാധനങ്ങളെല്ലാം കഴുകി ക്ലീനാക്കിയിട്ടാണ് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. പിന്നെ കുറേ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടോ, കുറച്ച് സാധനങ്ങൾ കൂട്ടി വെച്ചിരിക്കണത്. ഇത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുത്ത് വിടാനാട്ടോ. പിന്നെ ലാമിയും
എമ്മിക്കുട്ടിന് ഇവിടെ മണ്ണിൽ കളിക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കി കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. എല്ലാ വീഡിയോസും കാണണം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.